അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹദീദിലെ 24 മുതലുള്ള ആയത്തിന്റെ വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ ومن يتول فإن الله هو الغني الحميد. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു, അഹങ്കാരികളെ, പെരുമ നടിക്കുന്നവരെ, പൊങ്ങച്ചക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അവരെങ്ങനെയുള്ളവരാണെന്നറിയോ? അല്ലദീന, എങ്ങനെയുള്ളവരാണെന്നറിയോ? യബ്ഖലൂന, അവർ പിശുക്കന്മാരാണ്. വയഅ്മുറൂന, അവർ കൽപ്പിക്കുന്നു, അന്നാസ, ജനങ്ങളോട്, ബിൽ ബുഖൽ, പിശുക്കുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ പൊങ്ങച്ചക്കാരുടെ അവസ്ഥയെക്കുറിച്ചായി പറയണത്. അവർ പിശുക്കന്മാരുമാണ്, ജനങ്ങളോട് പിശുക്കുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നവരാണ്. വമൻ യതവല്ല, ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ, ഫഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല, ഹുവ, അവൻ, അൽ ഗനിയ്യു, അള്ളാഹു ഗനിയാണ്, ഐശ്വര്യവാനാണ്, ധന്യനാണ്, മറ്റൊരാളിലേക്ക് ആശ്രയിക്കാത്തവനാണ്. അൽ ഹമീദു, സ്തുത്യർഹനുമാണ്. സ്തുത്യർഹനായ, ധന്യനാകുന്നു, ഐശ്വര്യവാനാകുന്നു അള്ളാഹു സുബ്ഹാനഹു തആല. നിങ്ങൾ പിന്തിരിഞ്ഞു എന്ന് കരുതിയിട്ട് അള്ളാഹുവിന് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അള്ളാഹു ഒരാളിലേക്കും ആശ്രയിക്കുന്നവനുമല്ല. അഹങ്കാരികളുടെ അഹങ്കാരം കൊണ്ടും പിശുക്കന്മാരുടെ പിശുക്കുകൊണ്ടും അവരവർക്കല്ലാതെ അള്ളാഹുവിന് നഷ്ടമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഐശ്വര്യവാനാണ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്. ലഖദ് അർസൽനാ, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, റുസുലന, നമ്മുടെ ദൂതന്മാരെ, ബിൽ ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകളുമായി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നമ്മുടെ ദൂതന്മാരെ നാം അയക്കുകയുണ്ടായി. വഅൻസൽന, നാം ഇറക്കുകയും ചെയ്തു, മഅഹും, അവരോടുകൂടെ, അൽ കിതാബ, ഗ്രന്ഥങ്ങളെ, ഗ്രന്ഥത്തെ ഇറക്കി, വൽ മീസാന, തുലാസിനെയും ഇറക്കി. എന്തിനു വേണ്ടി? ലിയഖൂമ, നിലകൊള്ളുവാൻ വേണ്ടി, അന്നാസു, ജനങ്ങൾ, ബിൽ ഖിസ്തി, നീതി അനുസരിച്ച്. വഅൻസൽന, നാം ഇറക്കുകയും ചെയ്തു, അൽ ഹദീദ, ഇരുമ്പിനെ, ഫീഹി, ആ ഇരുമ്പിലുണ്ട്, ബഅ്സുൻ, ശക്തിയുണ്ട്, ആയോധന ശക്തിയുണ്ട്, ശദീദുൻ, കഠിനമായ, വമനാഫിഉ, ഉപയോഗങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്, ലിന്നാസി, ജനങ്ങൾക്ക്. ആ ഇരുമ്പിൽ ആയോധന ശക്തിയുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഉപയോഗങ്ങളും ഉപകാരങ്ങളുമുണ്ട്. വലിയഅലമല്ലാഹു, അല്ലാഹു അറിയുവാനും. ഇതെല്ലാം ഇറക്കിയത് അല്ലാഹു അറിയാനും വേണ്ടിയാണ്. മൻ യൻസുറുഹു, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ, വറുസുലഹു, അല്ലാഹുവിന്റെ ദൂതന്മാരെയും സഹായിക്കുന്നവരെ, ബിൽ ഗൈബി, അദൃശ്യമായ നിലയിൽ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു തആല, ഖവിയ്യുൻ, ശക്തനാകുന്നു, അസീസുൻ, പ്രതാപശാലിയാകുന്നു. ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളാനായി ആ ജനങ്ങളോടൊപ്പം വേദത്തെ ഇറക്കി, കിതാബുകളെ ഇറക്കി, തുലാസ് ഇറക്കി, മീസാനിനിറക്കി, കഠിനമായ ആയോധന ശക്തിയും ഇറക്കി. ആ ആയോധന ശക്തിയിലുണ്ട്, കഠിനമായ ആയോധന ശക്തിയുള്ള, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഹദീദിനെ, ഇരുമ്പിനെ നാം ഇറക്കുകയും ചെയ്തു. അല്ലാഹു തആല പറയുകയാണ്, ഇതെല്ലാം ചെയ്തത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതന്മാരെയും അദൃശ്യമായ നിലയിൽ സഹായിക്കുന്നവരെ അള്ളാഹു അറിയാൻ വേണ്ടിയാണ്. വലഖദ് അർസൽനാ നൂഹൻ വഇബ്രാഹീമ വജഅൽനാ ഫീ ദുർരിയ്യതിഹിമാ النبوة والكتاب. വലഖദ് അർസൽനാ, നാം ദൂതനായി നിയോഗിച്ചു, നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, വ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ദൂതന്മാരായി നിയോഗിച്ചു. വജഅൽനാ, നാം ആക്കുകയും ചെയ്തു, ഫീ ദുർരിയ്യതിഹിമ, അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിൽ,
അവർ രണ്ടുപേരുടെയും സന്തതികളിൽ നാം നുബൂവത്തിനെയും വൽ കിതാബിനെയും നാം ആക്കി. ഫമിൻഹും മുഹ്തദ്, അവരിൽ സന്മാർഗം പ്രാപിച്ചവരുണ്ട്. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും ദുർമാർഗികളുമാകുന്നു. പൂർവ പ്രവാചകന്മാരിൽ പ്രധാനികളായ 2 പ്രവാചകന്മാരാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകത്വത്തിൻ്റെയും വേദഗ്രന്ഥത്തിൻ്റെയും ഒക്കെ പാരമ്പര്യം അത് നിലനിന്നു പോകുന്നത് ഈ 2 പ്രവാചകന്മാരിലൂടെ തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കും, പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരിൽ പ്രധാനികളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുമ്മ ഖഫൈന അലാ ആസാരിഹിം, പിന്നെ അവരുടെ പിറകിലായി നാം തുടർന്നയച്ചു. ബിറുസുലിന, നമ്മുടെ ദൂതന്മാരെ, റസൂലുകളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പിറകെയായി ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു തആല അയച്ചിട്ടുണ്ട്. വഖഫൈന, നാം തുടർന്നയക്കുകയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ബിഈസ ഇബ്നു മറിയമിൻ്റെ മകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. ഈസാ നബിക്ക് അല്ലാഹു നൽകി അൽ ഇൻജീല, ഇൻജീലിനെ നൽകി. വജഅൽന, നാം ഏർപ്പെടുത്തുകയും ചെയ്തു, നാം ഉണ്ടാക്കുകയും ചെയ്തു. ഫീ ഖുലൂബില്ലദീന, ഒരുത്തരുടെ ഹൃദയങ്ങളിൽ. ഏതൊരുത്തരാണ്? ഇത്തബഊഹു, ആ ഒരുത്തർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയിരിക്കുന്നു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയവരുടെ ഹൃദയത്തിൽ നാം ഏർപ്പെടുത്തുകയും ചെയ്തു റഅഫത്തൻ, കൃപ, ദയ, വാത്സല്യം, വറഹ്മത്തൻ, കരുണ, വറഹ്ബാനിയത്തൻ, സന്യാസത്തെ, ഇബ്തദഊഹ, അവരത് പുതുതായിട്ടുണ്ടാക്കിയതാണ്. ഈസാ നബിയെ പിൻപറ്റിയവരെ കുറിച്ചായി പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ കൃപയുണ്ട്, റഹ്മത്തുണ്ട്. പക്ഷെ സന്യാസം, പൗരോഹിത്യം, സന്യാസ ജീവിതം അവർ പുതുതായി നിർമ്മിച്ചതാണ്. മാ കതബ്നാഹ, ആ സന്യാസത്തെ നാം നിർബന്ധിച്ചിട്ടില്ല, നാം നിയമമാക്കി വെച്ചിട്ടില്ല. അലൈഹിം, അവരുടെ മേൽ. ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതി നേടുക എന്നതല്ലാതെ നാം അവർക്കതു നിയമമാക്കിയിട്ടില്ല. ഇല്ല തേടുന്നതിനല്ലാതെ, അള്ളാഹുവിൻ്റെ പ്രീതി. ഫമാറഔഹ, എന്നാലോ അവരതിനെ പാലിച്ചതുമില്ല, പരിഗണിച്ചില്ല. ഹഖ്ക റിആയതിഹ, അതിനെ പാലിക്കേണ്ട പ്രകാരം, അതിനെ പരിഗണിക്കേണ്ടത് പ്രകാരം അതിനെ പരിഗണിച്ചുമില്ല. ഫആതൈന, അപ്പോൾ നാം നൽകി അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, മിൻഹും, അവരിൽ നിന്ന്, അജ്റഹും, അവരുടെ പ്രതിഫലത്തെ. വകസീറും മിൻഹും, അവരിൽ നിന്ന് അധികരിച്ച ആളുകളും, ഫാസിഖൂൻ, തോന്നിവാസികളാകുന്നു, ദുർനടപ്പുകാരാകുന്നു. ബാക്കി വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനിയൊരു ക്ലാസ്സോടുകൂടി നമ്മുടെ സൂറത്തുൽ ഹദീദിൻ്റെ വിശദീകരണ ക്ലാസ് അവസാനിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.